ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇതേസമയം ആ മലയുടെ താഴെ അറ്റത്തിൽ ഒരു സ്ത്രീ നാഗകന്യകയാകാൻ വേണ്ടി തപസ്സിരിക്കുകയായിരുന്നു. ഇന്നത്തെ ആയില്യ നക്ഷത്ര ദിവസത്തിൽ വ്രതങ്ങൾ നോക്കി ഈ മലയുടെ താഴ്വാരത്തിൽ തപസ്സിരുന്നാൽ അവിടെ അർദ്ധരാത്രി 12 മണിക്ക് ഒരു പ്രത്യേക ഭാഗത്തായി മാത്രം ശിവദേവന്റെ തൃക്കണ്ണിൽ നിന്നും വരുന്ന പ്രകാശം നിശ്ചിത നേരത്തേക്ക് ഭൂമിയിൽ തെളിച്ചമാകും. അന്നേരം ആ തെളിച്ചമാകുന്ന പ്രകാശ ചുവപ്പുള്ള വൃത്താകൃതിയിലുള്ള ഇടത്തേക്ക് കൃത്യസമയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മഹാദേവൻ അനുഗ്രഹിക്കുക വഴി ആ പ്രകാശത്താൽ ആ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന ആളിന്റെ ശരീരത്തിലേക്ക് ആ പ്രകാശം ഇരച്ചു കയറുകയും ആ വ്യക്തിക്ക് ഒരു ഇച്ഛാധാരി നാഗമായി മാറാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. പ്രാർത്ഥന മലമുകളിൽ നിന്നും ചാടാൻ തുടങ്ങിയതും മലയുടെ താഴ്വാരത്തിൽ ആ പ്രകാശം തെളിഞ്ഞിരുന്നു. താഴ്വാരത്തിൽ തപസ്സിരുന്ന സ്ത്രീ ആ വെളിച്ചം കണ്ട് ആ വലയത്തിനുള്ളിലേക്ക് ഓടിക്കയറാനായി തുടങ്ങിയതും അപ്രതീക്ഷിതമെന്നോണം പ്രാർത്ഥന മലമുകളിൽ നിന്നും വന്നു വീണതും ആ വലയത്തിനുള്ളിലായിരുന്നു. അർദ്ധരാത്രി 12 മണിക്ക് പ്രകാശിക്കുന്ന ചുവപ്പ് കലർന്ന വെളിച്ചം അവളുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറി. കടൽ തിരമാലകൾ ആഞ്ഞടിച്ചു. മഹാദേവന്റെ ക്ഷേത്രത്തിലെ ശംഖുനാദം മുഴങ്ങി. മുകളിൽ നിന്നും താഴേക്ക് വീണ പ്രാർത്ഥനയ്ക്ക് ഒരു പോറൽ പോലും സംഭവിച്ചതുമില്ല. പെട്ടെന്ന് പ്രാർത്ഥന കണ്ണു തുറന്നു. അവൾ മലമുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണ് പോലും എത്താത്ത അത്രയും ദൂരത്തിൽ ആ മലയുടെ മുകൾ ഭാഗം കണ്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവൾ കിടന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവൾക്ക് ചുറ്റും പ്രകാശം പടർന്നു. മഹാദേവ, എന്താ ഇത്? ഇത്രയും ഉയരത്തിൽ നിന്നും ഞാൻ താഴേക്ക് വീണിട്ടും എനിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ഇത്രയും പ്രാർത്ഥന സ്വയം പറയവേ അവളുടെ ശരീരമാകെ അവൾക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് നോക്കി. ശരിക്കും ഒരു പാമ്പിന്റെ പടം പോലെ അവളുടെ തൊലി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. ഈശ്വര, എന്താ ഇത്? എന്റെ കയ്യിൽ എന്താ ഈ പാമ്പിന്റെ പടം പോലെ? പ്രാർത്ഥന ഇത്രയും ചിന്തിച്ചപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ഒരു നാഗകന്യകയായി മാറി. അവളുടെ വയറിന് താഴെ അതിവേഗം ഒരു നീണ്ട വാൾ അവൾ കണ്ടു. മഹാദേവ, ഇതെന്താ? ഞാൻ നാഗകന്യകയോ? അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു. ഇതെന്ത് പരീക്ഷണമാണ് മഹാദേവ? ഞാൻ എന്നെ രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്നെ ഇങ്ങനെയാണോ രക്ഷിച്ചത്? എനിക്കിങ്ങനെ ആകണ്ട. എൻ്റെ ശരീരം മുഴുവൻ എനിക്ക് വേദനിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് മഹാദേവ? പ്രാർത്ഥനയ്ക്ക് അവളുടെ ശരീരം മുഴുവൻ വേദനിച്ചു തുടങ്ങി. അവൾ അലറി കരയുന്നുണ്ടായിരുന്നു. അന്നേരം ഒരുപാട് സർപ്പങ്ങൾ ആ വലയത്തിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി പ്രാർത്ഥനയെ ചുറ്റി വരിഞ്ഞു. പ്രാർത്ഥന ഭയന്ന് വിളിച്ച് അലറി കരയാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അവൾ അറിയാതെ തന്നെ അവൾ പൂർണ്ണമായും ഒരു നാഗമായി മാറി. മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ പ്രാർത്ഥനയ്ക്ക് തല കറങ്ങും പോലെ തോന്നി. അവളുടെ ബോധം മറയാനായി തുടങ്ങിയതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഒരാളെ കണ്ടതും അവൾ ഞെട്ടി.